ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാട്ടാ. പകലൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് ആരും ആ സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല, ആരും പുറത്തേക്ക് അങ്ങനെ പോവാറില്ല. അപ്പോൾ ഒരു ഈവനിങ് 5 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് സാധാരണ ആൾക്കാർ പാർക്കിൽ പോയിരിക്കുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പോകുന്നല്ലാണ്ട് അങ്ങനെ അധികം പുറത്തേക്ക് ഈ ചൂട് സമയത്ത് അധികം ആരും ഇറങ്ങില്ല. അപ്പോൾ നമ്മുടെ ബഹ്റൈനിലെ റോഡുകളിലൂടെ ഇങ്ങനെ സായന്തന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിൻ്റെ ഒപ്പം നമ്മുടെ നൊസ്റ്റാൾജിക് സോങ്സും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഴയ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, അതാണ് ആദ്യം ഓഡിയോയിലേക്ക് ഇങ്ങനെ ഓടിയെത്തിയത്. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്നൊരു ചിന്ത ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പണ്ട് നമ്മുടെ ചിത്രാമാളിനെ കുറിച്ച് ഓർമ്മ വന്നത്. കടലിന് അഭിമുഖമായിട്ടാണ് ഈ മാളിട്ട്. അവിടെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിൽ ഇവിടെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കാറ്റൊക്കെ കൊള്ളാം കുറച്ച് നേരം. പിന്നെ അത് മാത്രമല്ല പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരും നമ്മൾ പുറമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് മീൻ പിടിക്കാൻ സൗകര്യമുണ്ട്. ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഇവിടെ ഒരു ഈവനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തണുപ്പ് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും, കാല് കുത്താൻ ഇടയുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കവറിലിട്ട് ഫുള്ള് മീൻ പിടിച്ചൊക്കെ പോകണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്, ചൂണ്ടിടുന്നതെന്നൊക്കെ കാണാം. കണ്ട നല്ല നല്ല മീനുകളൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ ഞണ്ടുകൾ കിട്ടും. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സമയത്ത് വന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി ഒന്നും അങ്ങനെ അധികം ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ദൂരം അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ബെഞ്ചിലൊക്കെ ഇരിക്കാന്ന് വെച്ച് നടന്ന് പോകുമ്പോഴുണ്ട് നമുക്കറിയാവുന്ന 2 പേരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. അവർ അവിടെ മീൻ പിടിക്കാൻ വന്നതാണ്, പക്ഷെ അവർക്ക് കിട്ടിയത് എന്താണെന്നുണ്ടെങ്കിൽ ഞണ്ടുകളാണ്. നോക്കിക്കോളൂട്ടാ. താഴത്തുനിന്ന് ആ ഇരുട്ടത്ത് മീനും ഞണ്ടൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞണ്ടിനെ പിടിക്കാൻ അവർ കത്രിക ഉപയോഗിച്ചാണ് പിടിക്കുന്നത്. കണ്ട ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഇത് കല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കും. കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ കയ്യമ്മതായിട്ടാണ് പിടിക്കുന്നത്. കണ്ടോ അതെ, ആടാറ് സാധന കണ്ട എന്താല്ലേ, വലിയ ഞണ്ടാണ് കേട്ടാ. അവർ കുറേ ഞണ്ടിൻ്റെ മുൻപ് പിടിച്ചിട്ട് ഒരാൾ കവർ നിറച്ച് കൊണ്ടുപോയി നേരത്തെ. വീണ്ടും പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അടുത്ത ഐറ്റം കണ്ട. ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പിടിക്കാനായിട്ട്. ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സമയമുള്ളപ്പോൾ ഒക്കെ ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്തോളൂ. ഓക്കെ.